എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ നാളത്തെ ഒരു അടിപൊളി പ്രൊമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രൊമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് അങ്ങനെ വേണിയും ആദർശം തമ്മിലുള്ള കുറെ റൊമാൻറ്റിക് സീൻസ് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. കൈ വയ്യാതിരിക്കുന്ന ആദർശന് ഫുഡൊക്കെ വാരി കൊടുക്കുകയാണ് വേണി. അത്ര കെയറിങ്ങോട് കൂടിയാണ് വേണി ആദർശനെ നോക്കുന്നത്. അതിന്റെ വിശേഷങ്ങളും പിന്നീട് മഹാദേവൻ വേണിയെ കണ്ടിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേനും ശങ്കറിനെ വിളിച്ചെടുത്തി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ശങ്കറും ഗൗരിയും നിൽക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ വേണി ഗർഭിണിയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മഹാദേവനൊന്നും ഇരിക്കപ്രതിയില്ലാതായി. പിന്നീട് ചാരങ്ങാട്ട് നിന്ന് ഒരു ലോഡ് പലഹാരങ്ങളൊക്കെ ആയിട്ട് വേണിയെ കാണാനോട് ചെല്ലുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആദർശിന് ആക്സിഡന്റ് ആയിട്ടിരിക്കുന്ന കൈ വയ്യാത്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പിന്നീട് ഉള്ള സന്തോഷം, ആ സന്തോഷം കെടുത്താതെ തന്നെ കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ വേണിക്ക് കൊടുക്കുകയാണ്. ഈ സമയത്ത് വേണിയുടെ ഉള്ളിലെ ചിന്ത മൊത്തം ആക്സിഡന്റിനെ കുറിച്ചായിരുന്നു. അത് ഗൗരിയോട് പറയുന്നുണ്ടായിരുന്നു. അത് വെറും ഒരു ആക്സിഡന്റ് അല്ല, അത് മനഃപൂർവ്വം ആരോ കരുതി കൂട്ടി ചെയ്താണ്. ഇങ്ങനെ എല്ലാവരും സന്തോഷിക്കുന്ന സമയത്തും ഗൗരിക്ക് സന്തോഷിക്കാൻ കഴിയുമായിരുന്നില്ല. ഗൗരിയുടെ ഉള്ളിൽ ഇപ്പൊ ധ്രുവനാണോ ചെയ്തേ, ധ്രുവൻ ജീവിച്ചിരിപ്പണെന്ന് താൻ മാത്രം വിശ്വസിക്കുന്നുള്ളൂ, ബാക്കി ആരും വിശ്വസിക്കുന്നില്ല. തന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുകയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പം ധ്രുവനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിക്കാനും പോകുന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യാൻ എന്റെ ഭഗവാനെ, ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ കൺമുന്നിൽ കാണിച്ചു തരണം നീ. അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു ഗൗരിയുടെ ഉള്ളില്. ഗൗരിയാണെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് ഗൗരി അകത്തേക്ക് കയറി പോവാണ്. ഈ സമയത്ത് വേണ്ട അടുത്ത് പോയിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു കമലയ്ക്ക് ഭയങ്കര സന്തോഷമായി. തനിക്ക് കിട്ടാത്ത ഭാഗ്യമാണ് ഇപ്പം വേണിക്ക് ഇട്ടിരിക്കുന്നത്. വേണിയുടെ കുഞ്ഞ് ഉണ്ടായി കഴിയുമ്പോൾ അതിനെങ്കിലും കൊഞ്ചിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുമല്ലോ. അങ്ങനെ ചിന്തയോടുകൂടി വേണിയുടെ അടുത്ത് പോയി കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തങ്കച്ചി അങ്ങോട്ട് വരുന്നേ. തങ്കച്ചിക്ക് ഇഷ്ടപ്പെടില്ല അങ്ങോട്ട്. തങ്കച്ചി പറന്ന് അങ്ങോട്ട് ചെല്ലുവാണ്. എന്നിട്ട് ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ നിൽക്കണേന്ന് ചോദിക്കുകയാണ്. അതാ പിന്നെ അപ്പൊ ഞാൻ വേണിയോട്, നീ കൂടുതൽ അടുത്ത് നിൽക്കണ്ട കേട്ടോ, ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിവില്ലാത്ത നീയെ അവളുടെ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ഭാഗ്യം കൂടെ പോകത്തുള്ളൂ. അതുകൊണ്ട് താഴേക്ക് ഇറങ്ങി പോകാൻ പറയണം. ഭയങ്കര സങ്കടപ്പോയി. വേണി പെട്ടെന്ന് പറഞ്ഞു, അമ്മ എന്തായി പറയണേന്ന് ചോദിക്കുകയാണ്. അമ്മ എന്തറിഞ്ഞിട്ടാന്ന് ചോദിക്കുകയാണ്. അത് വേണിമോളെ, നീ കൂടുതലൊന്നും പറയണ്ട. അതെ, കമലയായിട്ട് അധികം കൂട്ടുകെട്ടിന്റെ ആവശ്യമൊന്നുമില്ല. ഇതേ കമല ഇനി നിന്റെ അടുത്ത് വന്നാൽ ഒരു പക്ഷെ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും കൂടെ പോയെന്നിരിക്കും എന്ന് പറയണം. വേണി പറഞ്ഞു, അമ്മ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? കമലയുടെ എന്റെ അടുത്ത് വർത്താനം പറയുന്നിടത്തോ നിന്നിടത്തോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതൊക്കെ അമ്മയുടെ വെറും തോന്നലാന്ന് പറയണം. നീ ഇതൊക്കെ പറഞ്ഞോ, എന്റെ തോന്നലാന്ന് വെറും പറഞ്ഞോ. അനുഭവത്തിൽ വന്നു കഴിയുമ്പോ ഈ അമ്മേനെ നീ ഒന്നും പറഞ്ഞേക്കല്ലേ. പഴയതുപോലെ അല്ലേ വേണിമോളെ, ഇപ്പൊ നീ ഒത്തിരി മാറിയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയണം. അത് പിന്നെ അമ്മേ, ഞാൻ ഇവിടുത്തെ മരുമോളല്ലേ, അപ്പൊ ഞാൻ ഇവിടുത്തെ ചിട്ടകൾക്കനുസരിച്ചല്ല നിൽക്കണ്ടേ, അല്ലാതെ ചാരങ്ങാട്ട് വീട്ടിലല്ലോ എന്ന് പറയണം. തങ്കച്ചിക്ക് മുഖത്തടിയേറ്റോല്ലേ ഇപ്പേ. തങ്കച്ചി ഒരിക്കലും പ്രതീക്ഷയില്ല വേണി ഇത്രമാത്രം വലിയ ഡയലോഗുകളൊക്കെ പറയുമെന്ന്. അങ്ങനെ വേണിനെ കണ്ടതിന് ശേഷം എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് അവിടുന്ന് മടങ്ങുന്നത്. മടങ്ങാൻ സമയത്തും വേണി പറയുന്നുണ്ടായിരുന്നു, അത് ആക്സിഡന്റ് അല്ല ഗൗരി, അത് ഞാൻ കണ്ടാന്ന്. അതൊക്കെ ഓർത്ത് ആകെപ്പാടെ സമനില തെറ്റിയ ഗൗരി വീട്ടിലേക്ക് പോരുന്നേ. പിന്നീട് കാണിക്കുന്ന ആദർശ് മുകളിലിരിക്കുമായിരുന്നു. അപ്പൊ വേണി അങ്ങോട്ട് ആഹാരമായിട്ട് ചെന്നു. ആഹാരം കഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു, അതെ ഞാൻ പതുക്കെ കഴിച്ചോളാം, അവിടെ വെച്ചേക്കാൻ പറയണം. അത് പറഞ്ഞാൽ പറ്റില്ല. അതെ മത്തപ്പൻ, ഞാൻ വാരി തന്നോളാം. മത്തപ്പന്റെ കൈ മേലല്ലോ, വലത്തെ കയ്യാലേ ഇത് ഇട്ടേക്കുന്നേ, അതുകൊണ്ട് ഞാൻ വാരി തന്നോളാം എന്ന് പറയും. അത് വേണ്ട വേണി, നിനക്ക് ബുദ്ധിമുട്ടല്ലേ. എന്ത് ബുദ്ധിമുട്ട്? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ. പിന്നെ വാരി തന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നീട് വേണി വാരി കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ടപ്പോൾ ആദർശിന് ശരിക്കും കണ്ണു നിറഞ്ഞു പോയി. കാരണം വേണിക്ക് എത്രമാത്രം തന്നോട് സ്നേഹമുണ്ട്, എത്ര ഇഷ്ടമാണെന്ന് ആദർശി തിരിച്ചറിയുമായിരുന്നു. അല്ലെങ്കിലും ആദർശിന് വേണിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ രഞ്ജു ഇടയ്ക്ക് കയറി വന്നുകൊണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. പിന്നീട് ഇങ്ങനെ ആദർശം ഓരോന്നൊക്കെ പറഞ്ഞ് വേണിയോട് തിരിക്കുക. ഈ സമയത്ത് പറഞ്ഞു, ഇപ്പൊ നിന്നെ കണ്ട ശരിക്കും ശോഭനയെപ്പോൾ തന്നെ ഉണ്ടെന്ന് പറയണേ. ഇപ്പോൾ ആദർശേട്ടാന്ന് പറയണേ, സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേ, എന്റെ ഭാര്യേനെ ഞാൻ ഇത്ര സൗന്ദര്യത്തോടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്ന് പറയണം. മനസ്സിലായി. മത്താപ്പന് കൈ മേലാതായപ്പോ ഇച്ചിരി റൊമാൻറ്റിക് ആയിട്ട് സീൻസ് ഒക്കെ കൂടുന്നുണ്ടെന്ന് പറയാണ്. ആദർശോട് അങ്ങനെയൊന്നുമില്ല. മനസ്സിലായി, വയ്യാതിരിക്കുമല്ലേ, വയ്യാതെ എവിടെയെങ്കിലും കിടക്കാൻ നോക്കെന്ന് പറയാണ്. പിന്നീട് വേണി അങ്ങോട്ട് എഴുന്നേറ്റ് പോകണം. വേണിയുടെ ഉള്ളിലും ആദർശനുള്ള സ്നേഹം നന്നായിട്ടുണ്ടായിരുന്നു. താൻ കള്ളത്തരമാണ് പറഞ്ഞ അച്ഛനോടും അമ്മയോടും ഒക്കെ. പക്ഷെ ആ ഒരു സമയത്ത് അങ്ങനെ പറയാനാ തോന്നിയത്. ഇപ്പൊ വേണ്ടിയിരുന്നില്ലെന്ന് വേണിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം എല്ലാരും അത് വിശ്വസിച്ച് എത്രമാത്രം സന്തോഷിക്കുന്നുണ്ട്. തന്റെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ തന്നെ. പിന്നെ ആദർശനോട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ആദർശം ഇവിടെ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേണ്ടാന്ന്. ഇപ്പൊ നിന്റെ വീട്ടുകാരാണെങ്കിൽ എന്തോ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നേ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. കമലടുത്തേക്ക് കുഞ്ഞുണ്ടായില്ല. അപ്പൊ ആ പ്രതീക്ഷ മൊത്തം നിന്നല്ലേ വേണി. അപ്പൊ നീ ശരിക്കും അവർ ചതിക്കുമല്ലേ ചെയ്യുന്ന ചോദിക്കുകയാണ്. വേണു ശരി ആദർശേട്ടാ,
പക്ഷെ ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചില്ല. അപ്പോഴത്തെ ഒരു കാര്യത്തിൽ ചെയ്താ. പിന്നെ ചെക്കപ്പിനാന്ന് പറഞ്ഞ് പോയിട്ട് വന്നിട്ട് വിശേഷം ഒന്നുമില്ലെന്ന് പറയാന്നൊക്കെ ഓർത്തിരുന്ന. പക്ഷെ പണികളെല്ലാം പാളിപ്പോയില്ലേ. ഇനിയിപ്പൊ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കാണ്. എന്ത് ചെയ്യാനാ, ഇനിയിപ്പം വരുന്നിടത്ത് വെച്ച് കാണാന്ന് ആദർശം പറയണം. ഈ സമയത്ത് ഗൗരി ശങ്കറും വീട്ടിലേക്ക് പോയിരുന്നു. അപ്പൊ ഗൗരിയുടെ മുഖം വല്ലാതിരിക്കുന്നപ്പോ ശങ്കർ ചോദിച്ചു, എന്ത് പറ്റി ഗൗരി, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണെന്ന് ചോദിക്കും. ഒന്നുമില്ല. എന്താ ആദർശിന് പറ്റിയ ആക്സിഡന്റിനെ കുറിച്ച് ഓർത്താണോ നീ വിഷമിച്ചിരിക്കണെന്ന് ചോദിക്കുകയാണ്. അല്ല, അത് വെറും ഒരു ആക്സിഡന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ശങ്കറെ. വേണി അങ്ങനെ പറഞ്ഞത്. വേണിമോള് ചുമ്മാ പറയുന്നതായിരിക്കും. അവള് ചിലപ്പോൾ ആ ഷോക്ക്, അത് ചിലപ്പോൾ കണ്ടന്റ് ആ ഷോക്ക് കൊണ്ട് പറയുന്നതായിരിക്കും. അതിപ്പം ആളിയൻസിന് ആരാണ് ശത്രുക്കളുള്ളത്? ആരും ശത്രുക്കളൊന്നും ഇല്ലോ. പിന്നെ എന്തിനാ നീ ഇത്ര ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കുകയാണ്. നീ ഇങ്ങനെ ഒന്ന് സന്തോഷമായിട്ടിരുന്നേ. ഒരു നല്ല കാര്യം നടക്കാൻ പോയല്ലേ വീട്ടില്, അപ്പൊ ഇങ്ങനെയാണോ മുഖം വെച്ചോണ്ടിരിക്കണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗൗരിയെ സന്തോഷിപ്പിക്കാൻ ശങ്കർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഗൗരിയുടെ ഉള്ളിൽ ആ ഒരു ചിന്തകൾ മാത്രമായിരുന്നു വേണി പറഞ്ഞ കാര്യങ്ങൾ. അങ്ങനെ അവര് വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് ആദ്യം വീട്ടിലേക്ക് മഹാദേവൻ തങ്കച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരവിടെ പോയി കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ഗൗരി ശങ്കറും കൂടെ വന്നേ. അപ്പൊ ശങ്കറിനോട്, അതെ കുട്ടിശങ്കർ അവിടെ നിന്നേ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ടെന്ന് പറയാം. എന്താച്ചാ നീ ഇവിടെ ഇരിക്കുക. അങ്ങനെ ഇരുന്നു. അതെ, ഇപ്പൊ വേണി അവിടെ വിശേഷമായി അറിയാലോ. ഉടനെ തന്നെ വേണിക്കൊരു കുഞ്ഞുണ്ടാവും. പക്ഷെ ഇനി ഇവിടെ ഒരു കുഞ്ഞിക്കാലിൽ കാണെങ്കിൽ നീ കനിയണമെന്ന് പറയാ. അതെന്താച്ചാ അങ്ങനെ പറഞ്ഞേ? എടാ ഇനിയിപ്പൊ എന്താ, ശേഖരൻ അറിയാലോ ഉടനെ കുഞ്ഞുണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ ഇനിയിപ്പൊ ഒരു കുഞ്ഞിനെ ഇവിടെ തരണ്ട. ഈ ചാരങ്ങാട്ട് ഫാമിലിയുടെ പാരമ്പര്യം നിലനിർത്തേണ്ടത് നീയാന്ന് പറയാണ്. ഒരു കുഞ്ഞിനെ തരണ്ടേ. ഇത് കേട്ടതും ശങ്കറൊന്ന് അന്തം വിട്ടു. ശങ്കർ, അച്ഛൻ എന്തൊക്കെയാ പറയണേ? അതിന് അതിൻ്റെതായ സമയം കാലമൊക്കെ ഇല്ലെന്ന് ചോദിക്കുകയാണ്. ഇനി നീ അധികം സമയം കാലവും നോക്കണ്ട. എനിക്ക് നിന്നിലെ നീ എന്റെ പ്രതീക്ഷ എന്ന് പറയണം. എനിക്ക് ഇവിടെ ഒരു കുഞ്ഞിനെ വേണം. എനിക്ക് എന്റെ പേരക്കുഞ്ഞിനെ കൊഞ്ചിച്ചിട്ട് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കർ ഒന്നും പറയാതെ അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. അപ്പൊ ഗൗരി കേട്ടു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. പിന്നീട് ശങ്കറിനോട് ചോദിച്ചു, എന്താ ശങ്കര അച്ഛൻ പറഞ്ഞതെന്ന് വെറുതെ ഇങ്ങനെ ചോദിച്ചു. ഒന്നുമില്ല. എന്തോ കാര്യമുണ്ടല്ലോ, എന്ത് പറ്റി മുഖം വല്ലാതിരിക്കണം ചെയ്യും? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നീട് മുറി ചെന്നപ്പോഴത്തേനും ശങ്കർ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന്. ഇത് കേട്ടപ്പോൾ ഗൗരി പറഞ്ഞു, അങ്ങനെ അച്ഛൻ്റെ ആഗ്രഹമാണെങ്കിൽ നമുക്കത് സാധിച്ചു കൊടുക്കണ്ടേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കർ പറഞ്ഞു, അല്ല നമ്മൾ മാത്രം ആഗ്രഹിച്ച പോരല്ലോ, അത് ദൈവം കൂടെ തീരുമാനിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഗൗരി പറഞ്ഞു, അത് ശരിയാ ശങ്കർ പറഞ്ഞേ. കമലടത്തിന്റെ കാര്യം തന്നെ ഓർത്തു നോക്ക്. പാവം എത്രമാത്രം ആഗ്രഹിച്ചതെന്നാ. ഒരുപക്ഷെ നമുക്കൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ കമലടത്തേക്കും അത് ആശ്വാസമാകുമായിരിക്കും. ശരിയല്ലേ ശങ്കറേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശങ്കർ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.